കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കുടുംബശ്രീ എന്ന ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ശാലിനി സത്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. തൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ കുഞ്ഞിന് വളരെ സന്തോഷമാകുന്നു. കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ ഇത്രനാളും ബിഗ് ബ്രദറായി കണ്ട, അല്ലെങ്കിൽ ആ ബിഗ് ബ്രദറിനെ റോൾ മോഡലാക്കി വെച്ച ആൾ തന്നെയാണല്ലോ എൻ്റെ അച്ഛനായി കിട്ടിയത്. എനിക്ക് ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ കുഞ്ഞ് പറയുന്നു, എനിക്കിങ്ങനെ ഒരു അച്ഛനെ തന്നതിൽ താങ്ക് യു അല്ലെങ്കിൽ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കും ടീച്ചറമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുക്കുന്നു. എന്നിട്ട് കുഞ്ഞ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറയട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ശാലിനി ടീച്ചറമ്മയോട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇത്ര നാൾ മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതെന്താ എങ്ങനെയെന്ന് അറിയില്ല, ഇതൊക്കെ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും ലാസ്റ്റ് എന്നൊക്കെ ശാലിനി പറയുന്നു. പിന്നീട് വിഷ്ണു നമ്മുടെ ഉപേന്ദ്രനെ കാണാൻ പോകുന്നു. അവിടെ അടിയും പ്രശ്നങ്ങളൊക്കെ ആകുന്നു. അതിനുശേഷം ശാലിനിക്ക് ഒരു കോള് വരുന്നു. വേറെ ആരുമല്ല, വിഷ്ണു ഇങ്ങനെ നമ്മുടെ സത്യം കാണുന്നില്ല എന്നുള്ള വിവരം പറയുകയാണ്. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ അടുത്ത് ചെല്ലുന്നു. ഇവിടെ ശ്യാമ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശാലിനി പറയുന്നു, ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പം വിഷ്ണു പറയുന്നു, ഇങ്ങനെ നമ്മുടെ രോഹിത്തിനെ കാണാൻ പോയ കാര്യങ്ങളും അതുപോലെ വഴിയിൽ ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ടെൻഷൻ അടിക്കുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെയാണ് പപ്പിമോള് ശ്യാമയെ അന്വേഷിക്കുന്നു. അപ്പോൾ രാഘവേന്ദ്രനോടൊക്കെ ചോദിക്കുന്നു, എൻ്റെ അമ്മ ഇതുവരെ കണ്ടില്ല, അമ്മ എവിടെ പോയതാന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ സത്യഭാമ പറയുന്നുണ്ട്, എവിടെയെങ്കിലും പോട്ടെ, എവിടെയെങ്കിലും പോയി ചത്തും തുലയട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ വിഷ്ണു അവൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ശ്യാമയെ കാണുന്നില്ല, നീയും കൂടെ ഒന്ന് നോക്കാൻ പറയുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇത് തന്നെയാണല്ലേ പരിപാടി എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ ഇതേ സമയമാണ് സത്യ അമ്പലക്കുളത്തിലേക്ക് ചാടാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ സത്യ നമ്മുടെ ശ്യാമ വെള്ളത്തിൽ ചാടുമോ അതോ അതിനു മുമ്പ് തന്നെ അവരെല്ലാവരും വന്ന് രക്ഷിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പിസോഡിനായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.